ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന് പുറകെ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരെ ഞായറാഴ്ച മുതൽ വിട്ടുതുടങ്ങാൻ ധാരണയായതായി ഇസ്രയേൽ പ്രൈം മിനിസ്റ്റർ ഓഫീസ് അറിയിക്കുന്നു. കഴിഞ്ഞ 15 മാസത്തിലേറെയായി ഈ ഇസ്രയേലി പൗരന്മാരെ ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കിയിട്ട്. ഇതിൽ എത്ര പേർ ജീവിച്ചിരിക്കുന്നെന്നോ മരിച്ചെന്നോ ഉള്ള യാതൊരു വിവരവും ലഭ്യമല്ല. ആദ്യഘട്ട സമാധാന കരാറിന്റെ കാലാവധി 42 ദിവസമാണ്. 6 ആഴ്ചകൾക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. വൈറ്റ് ഹൗസിൽ നിന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയാണ് ബൈഡൻ സമാധാന കരാർ നിലവിൽ വന്നതായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ നയതന്ത്രത്തിന്റെയും ദീർഘമായ പിന്നാമ്പുറ ചർച്ചകളുടെയും ഫലമായാണ് സമാധാന കരാറെന്ന് ബൈഡൻ വ്യക്തമാക്കി. രണ്ടാം ഘട്ട സമാധാന കരാർ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ അവസാനമായിരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. കഴിഞ്ഞ മെയ്യിൽ അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ കരട് രേഖയാണ് പ്രാവർത്തികമായത്. അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ത്, ഖത്തർ മധ്യസ്ഥർ നടത്തിയ മാസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷമാണ് സമാധാനത്തിന് വഴിതെളിഞ്ഞത്. വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി വ്യക്തമാക്കി. തന്റെയും ട്രംപിന്റെയും സംഘങ്ങളുടെ ഒരുമിച്ചുള്ള ശ്രമങ്ങളാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ശത്രുതാ നിലപാട് അവസാനിപ്പിക്കാൻ നെതന്യാഹുവിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്, ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഇറാനെയും കാര്യമായി ക്ഷീണിപ്പിക്കാൻ ഇതിനകം തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സിറിയയിൽ അസദ് ഭരണകൂടം പുറത്തുപോയതോടെ ഇറാന് ലെബനനിലേക്കുള്ള പാലം നഷ്ടമാവുകയും ചെയ്തു. സിറിയയിലുണ്ടായ അനിശ്ചിതത്വം മുതലെടുത്ത് ഗോലാൻ കുന്നുകളിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ ഇസ്രായേൽ കൈക്കലാക്കിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് കുട്ടികളെ കൊന്നൊടുക്കിയതിന് രാജ്യാന്തര തലത്തിൽ നെതന്യാഹുവിന് ചീത്തപ്പേരുണ്ടാവുക മാത്രമല്ല, വംശഹത്യ കുറ്റത്തിന് രാജ്യാന്തര നീതിന്യായ കോടതി അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക കൂടി ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന് ഇനി സൈനിക ശക്തി ഉപയോഗിച്ച് ഒന്നും നേടാനില്ല. 15 മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ഇസ്രായേൽ ഹമാസ് സമാധാന കരാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജോ ബൈഡനാണ്. ഇരുവരും തമ്മിലുള്ള സമാധാന കരാർ 3 ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കുന്നത്. 42 ദിവസം നീളുന്ന ആദ്യഘട്ടത്തിൽ ഹമാസിന്റെ ബന്ദികളായ 100 പേരിൽ 33 പേരെ മോചിപ്പിക്കും. പകരം ഇസ്രായേൽ ജയിലിലുള്ള 100ലേറെ പാലസ്തീൻകാരെ വിട്ടയക്കും. ഗാസയിലെ ജനവാസ മേഖലയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്യും. ആദ്യഘട്ടം തീരുമുമ്പ് തന്നെ രണ്ടാം ഘട്ടത്തിനുള്ള ചർച്ച ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഹമാസ് സ്ത്രീകളെയും പരിക്ക് പറ്റിയവരെയും വിട്ടയക്കും. ഇതിനു പകരമായി ഇസ്രായേൽ ജയിലിലിട്ടിരിക്കുന്ന പലസ്തീനി ഭീകരരെ വിട്ടു നൽകും. ഈ 42 ദിവസത്തിനുള്ളിൽ ഓരോ ആഴ്ചയും തടവിലാക്കിയവരെ പരസ്പരം കൈമാറാനാണ് ധാരണയായിട്ടുള്ളത്. 94 ഇസ്രായേലി തടവുകാരാണ് ഹമാസിന്റെ പക്കലുള്ളത്. 1000 പലസ്തീനി തടവുകാരായിരിക്കും ഇസ്രായേൽ കൈമാറുക. ഇസ്രായേൽ സ്വന്തം പൗരന്മാർക്ക് പകരമായി വിട്ടു നൽകുന്ന പലരും തീവ്രവാദ സംഘടനയുടെ നേതാക്കളും ബോംബ് നിർമ്മാതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പൗരന്മാരെ വിട്ടുകിട്ടാനായി ഇസ്രായേൽ വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് പറയാനാകും. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന 20-ന് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താൻ US സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതിൽ 3ാം ഘട്ടമാണ് ഏറ്റവും പ്രധാനം. ഈ സമയമാകുമ്പോഴേക്കും ഇരുകൂട്ടരും പരസ്പരം തങ്ങളുടെ ആൾക്കാരെ കൈമാറിയിരിക്കും. ഗാസ അതോടെ ശാന്തമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്.